ഇന്നത്തെ വീഡിയോയിൽ ഫെറേറോ റോച്ചർ കാൻഡി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹാസൽനട്ട് സ്പ്രെഡ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു 50 ഗ്രാം ഹാസൽനട്ട് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വെള്ളക്കടല പോലെ ഇരിക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 25 ഗ്രാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ജാറിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ അളവ് ഒട്ടും കൂടാൻ പാടില്ല. ഒരു 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിരുന്നു. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഹാസൽനട്ട് സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കാൻഡി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വേഫർ ഷെൽസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് പ്രോഡക്ട്സ് ലഭിക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് നിറച്ച് കൊടുത്ത് അതിലേക്ക് ഓരോ ഹാസൽനട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ കുറച്ച് ഷെല്ലിൽ ചെയ്തെടുക്കാം. ന്യൂട്രെല്ല ഉണ്ടെങ്കിൽ ന്യൂട്രെല്ല വെച്ചും ഇത് ഫില്ല് ചെയ്യാം. ഇനി കുറച്ച് ഷെല്ലിൽ പ്ലെയിനായിട്ട് ഈ സ്പ്രെഡ് മാത്രം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഈ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് 2 ഷെല്ലും ഒന്നിച്ച് വെച്ച് ഇതേപോലെ ബോളിൻ്റെ ഷേപ്പിലാക്കി വെക്കണം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത ബാക്കിയുള്ള ഈ മിൽക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹാസൽനട്ട് നുറുക്കിയെടുത്തതും അതേപോലെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂസ് നുറുക്കിയതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫ്രീസറിൽ നിന്നെടുത്ത ഓരോ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഫോർക്കൊന്ന് മെല്ലെ തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ മുഴുവൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാൻഡിയുടെ അടിഭാഗം അല്പം ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതൊരു കത്തി വെച്ച് ചെത്തിക്കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഷെല്ലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം 5 മിനിറ്റ് കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അങ്ങനെ കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ റാപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് ഇതേപോലെയുള്ള കപ്പിൽ വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ റാപ്പർ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.